ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് അരുളിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഏപ്രിൽ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ ഏപ്രിൽ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്, 5 ഓഫ് വാൺസ്, 2 ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്, ഹെർമിറ്റ്, 9 ഓഫ് വാൺസ്, സൺ കാർഡ്, അതേപോലെ തന്നെ പേജ് ഓഫ് വാൺസ്, 2 ഓഫ് പെൻറ്റിക്കിൾ, ബോട്ടം ഓഫ് ദ ഡെക്ക്, 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഏപ്രിൽ മാസം ഏരീസ് ആണ്. മാർച്ച് ആൻഡ് ഏപ്രിൽ എന്ന് പറയുന്നത് 2025 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും എന്തെങ്കിലും നെഗറ്റിവിറ്റിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാനും പുതിയൊരു തുടക്കത്തിനും, കുറേ നാളായിട്ട് ജീവിതത്തിൽ ഒരു മാറ്റങ്ങളും ഇല്ല എന്ന് വിചാരിക്കുന്നവർക്ക് പുതിയൊരു തുടക്കവും പുതിയ പുതിയ ഐഡിയാസൊക്കെ വരുന്ന സമയമാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, കരിയർ വൈസ് കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് മാർച്ച്, അതേപോലെ തന്നെ ഏപ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, കുറേ പേർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം. പല കൺഫ്യൂഷൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഏപ്രിൽ മാസത്തോടു കൂടി ആ ഒരു കൺഫ്യൂഷനെല്ലാം ഒരു തീരുമാനമാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പല തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ട് വരുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഫസ്റ്റ് തന്നെ ഞാൻ ക്യാഷിൻ്റെ കാര്യം പറയാം. കരിയർ വൈസ് കാര്യത്തിൽ ജോബിനോ അല്ലെങ്കിൽ ഒരു ക്യാഷ് വൈസ് ഒരു സ്റ്റെബിലിറ്റിക്കാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, ജോലി ഇല്ലാത്തവർക്കൊരു ജോലി കിട്ടും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏപ്രിൽ ലാസ്റ്റോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ജോബ് ഓഫറോ കാര്യങ്ങളോ, ഇപ്പോൾ എബ്രോഡ് ആയിക്കോട്ടെ, പുറത്ത് പോകുന്നതിനെ പറ്റിയിട്ടൊരു വിസ കാര്യങ്ങൾ, അതിൻ്റെ പ്ലാനിങ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ സംസാരിച്ച് എല്ലാവരും ഓക്കെ പറയുന്നതായിരിക്കാം. നിങ്ങൾ ഏത് സ്ഥലം വേണം, എന്ത് ചെയ്യണം എന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കാം. സ്റ്റുഡൻസൊക്കെ ഒരു കോഴ്സ് എടുത്ത് മുന്നോട്ടേക്ക് ലൈഫ് കൊണ്ടുപോകുന്നതായിരിക്കാം. സോ പ്ലാനിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഏപ്രിൽ പകുതി വരെയും ഒരു പ്ലാനിങ്, കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന കുറച്ച് സാഹചര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഏപ്രിൽ പകുതിക്ക് ശേഷമാണ് നിങ്ങൾ പല തീരുമാനങ്ങളും എടുത്ത് പോകുന്നത്. ഓക്കെ, പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനത്തിലോട്ട് പോകാതെ കുറച്ച് ആലോചിച്ച് ഓരോ ഡിസിഷൻ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കുറച്ച് സമയം എടുത്താലും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലാഗ് എല്ലാ കാര്യത്തിലും എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതായത് ഇന്ന് കിട്ടും അല്ലെങ്കിൽ ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇന്ന് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല. എല്ലാ കാര്യത്തിലും ലാഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ്, വാക്ക് തർക്കങ്ങൾ, വഴക്ക്, പ്രശ്നങ്ങൾ, പാസ്റ്റ് ലൈഫുമായിട്ട് നിങ്ങളുടെ കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് അവൈലബിലിറ്റി, ഡബിൾ ഡെസ്റ്റിനി ഒക്കെ ഉള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. റിലേഷൻഷിപ്പിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, ഒരു ലാഗാണ് ഇവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുന്നു എന്നതാണ് ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏപ്രിൽ മാസം പ്രതീക്ഷിക്കാവുന്നത്. ഏരീസാണ്, ഫയർ എലമെൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഏപ്രിൽ ലാസ്റ്റോട് കൂടിയിട്ട് ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനോ ഇങ്ങോട്ട് കിട്ടാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുത്തു തീർക്കാനും ഇങ്ങോട്ട് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പുറത്തൊക്കെ നോക്കുന്നവർക്ക്, ഒരു ട്രാവലൊക്കെ നോക്കുന്നവർക്കും നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് പ്ലാൻ ചെയ്യാം. നിങ്ങൾ കൂടുതൽ സമയവും ഒരു ദിവസത്തിൽ കൂടുതൽ സമയം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ ആ ഒരു ടെലിപ്പതി വർക്കാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ
ഏപ്രിൽ ലാസ്റ്റ് വരെയും ആരുമായിട്ടും വാക്ക് തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ പോകാതിരിക്കുക. നമ്മൾ എന്തിനാണ് ടാരോ കാർഡ് റീഡിംഗ് കാണുന്നത് അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നത്? മുന്നോട്ടേക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുന്നവർക്ക് മുന്നോട്ട് എന്തായി തീരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ ലൈഫിനെ സ്കെഡ്യൂൾ ചെയ്തെടുക്കാനോ അതിനനുസരിച്ച് നമ്മൾക്ക് നിൽക്കാൻ പറ്റും, ഒരു തീരുമാനം എടുക്കാൻ പറ്റും അല്ലേ? കൂടുതലും അതിന് വേണ്ടിയിട്ടാണ്. ചില റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലതെടുക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. വാട്ടെവർ അത് അക്സെപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നതാണ്. ഓരോ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് പോവുക എന്നതാണ് അല്ലേ? ഇവിടെ മാക്സിമം നിങ്ങൾ റിലേഷൻഷിപ്പിലോ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആരുമായിട്ടും ഒരു വാക്ക് തർക്കത്തിനോ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആയിരിക്കാം, അങ്ങനെ ഒന്നും പോകാതിരിക്കുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ നാക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ ഒരു വഴക്കിനോ വാക്ക് തർക്കങ്ങൾക്കോ പോകാത്ത വ്യക്തികൾക്ക് പോലും പെട്ടെന്നൊരു ദേഷ്യം വരുന്നൊരു സമയമാണ്. സോ ഫയർ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ വിതിൻ സെക്കൻഡ്സ് നമ്മൾക്ക് ദേഷ്യം വരികയും വിഷമം വരികയും ഒട്ടും ദേഷ്യപ്പെടാത്ത വ്യക്തികൾക്ക് പോലും ഒന്ന് റിയാക്ട് ചെയ്ത് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. സോ അത് നമ്മൾ കാർഡ്സിൽ കാണുന്ന സമയത്ത് പ്രത്യേകിച്ചും ഏപ്രിൽ മാസം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ പ്രഗ്നൻസിക്കൊക്കെ വേണ്ടിയിട്ടും പോസിറ്റീവാണ്. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ലാഗ് എക്സ്പീരിയൻസ്, ഈ ഒരു മാർച്ചിലൊക്കെ തന്നെ ലാഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, കഴിഞ്ഞ മാസവും ഒക്കെ തന്നെ. പക്ഷേ ബോട്ടം ഓഫ് ദി ഡെക്ക് നോക്കൂ, എന്താണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് 10 ഓഫ് കപ്സ് ആണ്. ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അതിനൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളാണ് വരാൻ പോകുന്നത്. റിലേഷൻഷിപ്പിലും കറൻ്റ്ലി ഒരു നോ കോണ്ടാക്റ്റും വഴക്ക്, വാക്ക് തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾക്ക് 9 ഓഫ് വാൻസിൽ കാണാൻ പറ്റുന്നു. ബട്ട് സ്റ്റിൽ അവിടെ വഴക്ക്, വാക്ക് തർക്കങ്ങൾ നിലനിൽക്കുന്നു. കുറച്ച് കലഹം കൂടി നിൽക്കുന്നൊരവസ്ഥ, വാക്ക് തർക്കത്തിലോട്ടൊന്നും പോകാതെ ഇരിക്കുക. സോ കുറച്ച് പേരുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സണുമായിട്ട് തന്നെ റീകൺസിലേഷൻ, റീയൂണിയൻ ഏപ്രിൽ ലാസ്റ്റോട് കൂടിയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സോ ഇപ്പം ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല, കരിയർ വൈസ് ഇഷ്യൂസ് ഇല്ല എന്നുള്ളവർക്കാണ് പ്രത്യേകിച്ചും ഇവിടെ. അതായത് നമ്മൾക്കിവിടെ ക്യാഷിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഓക്കെ ആവുന്നതായിട്ട് കാണിക്കുന്നത് അല്ലേ? സോ അങ്ങനെ ജോബ് കാര്യങ്ങൾ അതൊന്നുമല്ല തേർഡ് പാർട്ടി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി ഉണ്ട്. ആ ഒരു പേഴ്സണും പ്രത്യേകിച്ച് ക്യാഷ് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏപ്രിൽ ലാസ്റ്റോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്കൊരു റീകൺസിലേഷൻ, റീയൂണിയൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സിംഗിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ എനിക്ക് ഏപ്രിൽ കാണിക്കുന്നില്ല. പക്ഷേ മുന്നോട്ടേക്ക് പോകുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കല്യാണം നോക്കുന്ന സമയത്ത് നല്ലൊരു പ്രപ്പോസലോ കാര്യങ്ങളോ, കുറേ നാളായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് സിംഗിളായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു പേഴ്സണെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടും. ഇപ്പോൾ വെയിറ്റിംഗ് ആണ്, നല്ലൊരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, അത് വർത്താണ് എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക, അതേപോലെ തന്നെ സ്റ്റേബിൾ ആകുക, ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് മാനിഫേസ്റ്റ് ചെയ്യുക, നെഗറ്റീവായിട്ട് ഇരിക്കാതിരിക്കുക, ലൈഫ് ഒന്ന് സ്കെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, ഫുഡ് കഴിക്കുക. സോ ഇതെല്ലാം നമ്മുടെ എനർജിയെ ബാധിക്കും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ എനർജിയെ ബാധിക്കും എന്നതാണ്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് പറയുന്നത്, പക്ഷേ നമ്മുടെ ഉറക്കം പോലും നമ്മളുടെ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളെയും നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും വരെ അത് ബാധിക്കും. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിൽ നിന്ന് വേണം തുടങ്ങാനായിട്ടല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസ്, കാര്യങ്ങൾ, ബുക്സ് വായിക്കാനോ ട്രാവൽ ചെയ്യാനോ എന്തെങ്കിലും ന്യൂ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ, ഒരു പ്രൊമോഷനൊക്കെ കിട്ടാനും വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നൊരു തോന്നൽ വരികയും ഫാമിലിയായിട്ടായിരിക്കാം. അതേപോലെ തന്നെ ഒരു പ്രഗ്നൻസിക്കൊക്കെ ഇവിടെ പോസിറ്റീവാണ്. ഹെൽത്ത് കുറേയും കൂടി ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ച് വേറൊന്നുമല്ല, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് വരുത്തുന്ന ഹെൽത്ത് ഇഷ്യൂസും അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങൾ, കഴിഞ്ഞ മാസമോ ഈ മാസമോ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ആലോചിച്ച് ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്, ഒരു ആൻസൈറ്റി ഇല്ലേ, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ടതായിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിലും നടക്കുന്നത് പാസ്റ്റ് ലൈഫുമായിട്ടൊരു കണക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്.
സോ ഇവിടെ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റഡീസിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം പ്രതീക്ഷിക്കാം. ഇപ്പോൾ എക്സാംസിൻ്റെയൊക്കെ റിസൾട്ട് അല്ലെങ്കിൽ എക്സാമൊക്കെ എഴുതുന്നവർക്കെല്ലാം തന്നെ നല്ലൊരു വിജയം പ്രതീക്ഷിക്കാം എന്നതാണ്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. ഫുൾ മൂൺ ഡേയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ഏപ്രിൽ മാസം ഫുൾ മൂൺ ഡേ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ അതിൻ്റെ റീഡിങ് ചെയ്യാം എന്തായാലും. സോ മാക്സിമം അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ്. സോ അത് സ്കിപ്പ് ചെയ്യരുത്. ഞാൻ അതിന് മുന്നേ റീഡിങ് ഇടുന്നതായിരിക്കും തീർച്ചയായിട്ടും. സോ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 10 ഓഫ് കപ്സ് ആണ്. അതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അല്ലേ? സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് പെൻറ്റിക്കിൾ, 5 ഓഫ് വാൺസ്, അതേപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ, 9 ഓഫ് കപ്സ്, ഡെവിൾ കാർഡ്, ക്വീൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് പെൻറ്റിക്കിൾ, ബോട്ടം ഓഫ് ദ ഡെക്ക് ജസ്റ്റിസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഏപ്രിൽ മാസം നമ്മൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് സൺ കാർഡാണ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ജസ്റ്റിസുമാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പല കൺഫ്യൂഷൻസ് ഉണ്ട്. എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കുറേ ഐഡിയാസും പ്ലാനും മുന്നോട്ടേക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണം, ഇതിനെ പറ്റിയിട്ടൊന്നും പലപ്പോഴും നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ തുടങ്ങാൻ പോയാലും അതിലൊരു സ്റ്റക്നെസ് കാര്യങ്ങളൊക്കെ വന്ന് അവിടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് ട്രോമയുണ്ട്. അതൊരു ഇഷ്യൂ തന്നെയാണ്. മേ ബി ഫാമിലിയിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമോ, റിലേഷൻഷിപ്പിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമോ, ജോലി സ്ഥലത്തെ സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ ആയിരിക്കാം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. സോ നേരത്തെ ഉണ്ടായിട്ടുള്ള പാസ്റ്റിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ഇപ്പോഴും മനസ്സിൽ ഒരു മുറിവേറ്റപ്പെട്ട സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് റേക്കി ഹീലിംഗ് ഒക്കെ സ്ലോട്ട് ബുക്ക് ചെയ്യാം, അത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് പൈലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏപ്രിൽ മാസത്തെ ഫുൾ മൂൺ ഡേ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതിന് മുന്നേ ഞാൻ റീഡിങ് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മളുടെ കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങൾ കൂടാതെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ്, നല്ലൊരു ദിവസം തന്നെയാണ്. സോ അതിന് മുന്നേ ഞാൻ റീഡിങ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് അട്രാക്റ്റ് ആവട്ടെ. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഏപ്രിൽ മാസം യൂണിവേഴ്സായിട്ട് സൺ കാർഡാണ് തന്നിട്ടുള്ളത് ആൻഡ് 3 ഓഫ് പെൻറ്റിക്കിളാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളതിൻ്റെയൊക്കെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്ന സിറ്റുവേഷൻ, റിലേഷൻഷിപ്പിലോ കരിയർ വൈസ് എന്തിനാണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ, അത് മാറിക്കിട്ടുന്നൊരവസ്ഥ കാണിക്കുന്നു. അതേപോലെ തന്നെ പുതിയൊരു ജോലിയൊക്കെ നോക്കുന്നവർക്ക്, പ്രത്യേകിച്ചും വേറൊരു സ്ഥലത്തോ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പോസിറ്റീവാണ്. ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ വേറൊരു സ്ഥലത്തൊരു ജോലി നോക്കുന്നവർക്കൊക്കെ പോസിറ്റീവാണ്. ഏപ്രിൽ മാസം നിങ്ങൾക്കത് മുന്നോട്ടേക്ക് ഒരു ബേബി സ്റ്റെപ്പെങ്കിലും എടുത്തു വെക്കാൻ സാധിക്കും. ഇത്രയും നാളും മാറണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളും, പുതിയൊരു ജോലി കിട്ടുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻസിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിക്കിട്ടി. നിങ്ങൾ ഉറച്ചൊരു തീരുമാനത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. സ്വന്തമായിട്ടൊരു ബിസിനസ്, സ്വന്തമായിട്ടൊരു വീട് പണി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പോസിറ്റീവാണ് കേട്ടോ. അതേപോലെ തന്നെ 5 ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഷഫിൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു 5 ഓഫ് വാൺസ് കിട്ടും എന്നുള്ളത്. ഫസ്റ്റ് പൈലും കിട്ടിയിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് പൈലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കണ്ടല്ല, ഏരീസ് മന്ത് ഫയർ എലമെൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു വഴക്ക്, വാക്ക് തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, കലഹ സ്വഭാവം എപ്പോഴും കൂടുതലായിരിക്കും. ഞാൻ ഫസ്റ്റ് പൈലിലും പറഞ്ഞിട്ടുണ്ട്, ഒട്ടും അങ്ങനെ ദേഷ്യം വരാത്ത ആൾക്കാർക്ക് പോലും ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക, വിഷമം വരിക, ആൻസൈറ്റി, ഒരു സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യാം. ഓക്കെ, ചെറിയ കാര്യങ്ങൾ പോലും ഹേർട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ മാക്സിമം ഫസ്റ്റ് പൈലായിക്കോട്ടെ സെക്കൻഡ് പൈലായിക്കോട്ടെ 5 ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്, ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. മേ ബി ചിലർക്കെങ്കിലും ഈ ഒരു സെക്കൻഡ് പൈൽ ബ്ലാക്ക് മാജിക് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. സോ ചെറിയൊരു തടസ്സമുണ്ട്. എന്നാലും ആരുമായിട്ടും ഒരു വാക്ക് തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ, പ്രത്യേകിച്ചും കേസ് എന്തെങ്കിലും ഉള്ളവർ ഒരു വഴക്കിനോ വാക്ക് തർക്കങ്ങൾക്കോ പോകാതെ ഇരിക്കുക. ഓക്കെ, ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് വരെ നിങ്ങൾ മേ ബി ഒരു വഴക്കിൽ ഏർപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ആരുമായിട്ടൊരു വഴക്കിനും പോകാറില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ.
ആൻഡ് ഇവിടെ വിൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട്. അതായത് വിത്ത് 9 ഓഫ് കപ്സുമാണ്. നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ എന്ത് തുടങ്ങിയിരുന്നു, എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിലനിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അതായത് ഏപ്രിൽ മാസം നിങ്ങൾ ഉറച്ചൊരു തീരുമാനത്തിൽ നല്ലൊരു ജോലി കിട്ടി അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച, ജോലി കാരണം ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ സന്തോഷവും സമാധാനവും, പൈസയ്ക്കപ്പുറം ഒരു നിങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നൊരു ജോലി ആയിക്കോട്ടെ. ചിലരുടെ കാര്യത്തിൽ റിസൈൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, സ്വന്തമായിട്ട് ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്നും കൂടി പൊടി തട്ടിയെടുക്കണം എന്നൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും എന്നതാണ്. ഓക്കെ, ലൈഫ് ലോങ് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചൊരു മെൻ്റലി അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾക്ക് ഡൗൺ ആയിരിക്കും, അതെല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെ ഓവർകം ചെയ്ത് സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്ത് ഫുൾ മൂൺ ഡേ റീഡിങ് ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പ്ലാൻ, നിങ്ങളെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് തന്നെ ഏപ്രിൽ മാസം എനിക്ക് പറയാനുള്ളത്. കാര്യം ഏപ്രിൽ മാസത്തിൽ എന്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്ത് നിങ്ങളുടെ കൂടെയുണ്ടോ അത് ലൈഫ് ലോങ് ഉണ്ടാവാനുള്ളൊരു ചാൻസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. ഈ ഒരു നെഗറ്റിവിറ്റി മാറിക്കിട്ടും. അതൊഴിച്ച് അല്ലാതെ ഇപ്പോൾ നെഗറ്റീവ് എനർജി, ചെറിയൊരു നെഗറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ബാക്കി എല്ലാ കാര്യത്തിലും വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ വഴി തുറക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, എന്തെങ്കിലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ലോണോ കാര്യങ്ങളോ തടസ്സപ്പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ളൊരു ചാൻസ്, കടം കൊടുത്ത പൈസയോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ളതോ അതെല്ലാം കൊടുത്തു തീർക്കാനും ഇങ്ങോട്ട് കിട്ടാനുള്ളത് കിട്ടുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആരെയും ഉപദ്രവിക്കാനോ കാര്യങ്ങൾക്ക് ഒന്നും പോയിട്ടില്ല. ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് ഉണ്ട്. സോ എല്ലാ കാർഡ്സും വളരെ പോസിറ്റീവാണ്. ഈ ഒരു നെഗറ്റീവ് എനർജി അത് നിങ്ങൾ മനസ്സിലാക്കുക. ചെറിയൊരു നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഉണ്ട്. അത് പ്രത്യേകിച്ചും ഹെൽത്തിനെ ബാധിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അല്ലേ. റിലേഷൻഷിപ്പിലായിക്കോട്ടെ, പല പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാതെ ഓരോ ആൾക്കാരുടെ പുറകെ പോവുക. പക്ഷേ ഈ റീഡിങ് എടുക്കുന്ന ആൾക്കാർ ആ ഒരു പേഴ്സണെക്കാട്ടി എത്രയോ ബെറ്റർ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാം കൊണ്ടും. പക്ഷേ സ്റ്റിൽ അവൈലബിൾ അല്ലാത്തൊരു പേഴ്സണ് വേണ്ടിയിട്ട് സമയം കളയുക, ഓവർ തിങ്ക് ചെയ്യുക, അതൊക്കെ മാറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും, ബാക്കി എന്തോ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പോ അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. നിങ്ങളുടെ ഹോബീസിനും ആര് വന്നാലും പോയാലും നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ഇല്ലാതെ നിൽക്കാൻ പഠിക്കുക. ഓക്കെ, സോ ഒരുപാട് റീഡിങ്സ് ഇപ്പോൾ ഈയിടെയായിട്ട് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് മാർച്ച് മാസം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏപ്രിലും ഹേരീസാണ്. സോ വാക്ക് തർക്കത്തിനും പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, വിഷം വരിക, എന്തെങ്കിലുമൊക്കെ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ വ്യക്തി എടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. സോ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം അത് ഓക്കെ ആകും. ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനും ഒരു പറ്റിയ സമയമാണ്. ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഈ സമയത്ത് ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ അവിടെ വഴക്കും, ഒരു നോ കോണ്ടാക്റ്റ് പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ടൊരു സെപ്പറേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു റീകൺസിലേഷൻ നടക്കാൻ വരെയുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് മൊത്തത്തിൽ നമ്മുടെ ജീവിതമേ മാറ്റിമറിക്കുന്ന ഒരു മാസം എന്ന് തന്നെ പറയാൻ സാധിക്കും. അതെങ്ങനെ, എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവില്ല അല്ലേ. ദിവസങ്ങളും ആഴ്ചകളും കടന്നു പോകത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ട്രാവൽ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആഫ്റ്റർ ഏപ്രിൽ. ഓക്കെ, ഏപ്രിൽ നിങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് മേ ബി വിസ കാര്യങ്ങൾ, സ്റ്റഡീസിന് വേണ്ടിയിട്ടോ അടുത്തൊരു കോഴ്സിന് വേണ്ടിയിട്ടോ സ്റ്റുഡൻസിനൊക്കെ പോസിറ്റീവാണ്. സിംഗിൾസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഏപ്രിൽ മാസം ഒരു റിലേഷൻഷിപ്പിലോട്ടൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ഏപ്രിലിന് ശേഷം നല്ലൊരു പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ കല്യാണം നോക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഏപ്രിലിന് ശേഷം നോക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ജോലി, കരിയർ വൈസ് കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ആരെയും ഒരു വാക്ക് തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ പോകാതിരിക്കുക. ഫ്രണ്ട്സായിട്ടോ ട്രാവൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ജോലി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതും കൂടി സൈഡായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ക്ലിക്കാവുന്നൊരു സമയമായിട്ട് കാണിക്കുന്നു. ചെറിയ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ പാർട്ട്ണർഷിപ്പിലായിക്കോട്ടെ, അത് നല്ലതാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു സമയം തന്നെയാണ്. പ്രഗ്നൻസിക്കും ഇവിടെ പോസിറ്റീവാണ്. ഫസ്റ്റ് പൈലും അവിടെ പോസിറ്റീവായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറേയും കൂടി ലൈഫ് സ്മൂത്ത് ആകുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ,
സോ ആരാണ് ഈ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാര്യങ്ങളെല്ലാം നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. സോ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗുഡ് ഫോർച്യൂൺ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ നെഗറ്റീവായിട്ട് നിൽക്കുന്നത് ആ നെഗറ്റീവ് എനർജിയും കാര്യങ്ങളും എല്ലാം മാറി കിട്ടി ഒരു പോസിറ്റീവ് എനർജിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് ട്രോമ ഉണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സമയം തന്നെയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഫുൾ മൂൺ റീഡിങ് ചെയ്യാം. സോ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഡെയിലി റീഡിങ്സ് ഇടാത്തത്. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. സോ ടേക്ക് കെയർ, ബൈ.